നമ്മോടൊപ്പം സ്റ്റീഫനുണ്ട്. ഒപ്പം ബഹ്റിനിൽ നിന്ന് ധനേഷ് മുരളിയും തത്സമയം ചേരുകയാണ്. ധനേഷിലേക്ക് ആദ്യം പോകണം. ധനേഷ്, ഗൾഫ് രാജ്യങ്ങളിൽ ആകെ ഒരു അശാന്തി പടർന്നിരിക്കുകയാണ്. റമദാൻ കാലമാണ്, നമുക്കറിയാം. പ്രതീക്ഷിക്കാത്ത വിധമുള്ള, അതായത് നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിക്കുമ്പോൾ ഇറാൻ ലക്ഷ്യം വെക്കുന്നത് ഗൾഫ് രാജ്യങ്ങളെ ആയിരിക്കുമെന്ന്. അവരുടെ ഒമാൻ പോലെയുള്ള രാജ്യത്തെ പോലും ആക്രമിക്കുന്ന പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. സമാധാന ശ്രമങ്ങൾക്ക് മുൻകൈയെടുത്ത രാജ്യങ്ങളെ പോലും ആക്രമിക്കുന്ന ഇറാന്റെ രീതി എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ധനേഷ്? നമുക്കിപ്പോ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം നമുക്ക് അത്ര വലിയ ഡേഞ്ചറസ് കണ്ടീഷൻസ് ഒന്നുമില്ല. ഞാൻ ന്യൂസ് 18 പ്രത്യേകം അഭിനന്ദിക്കുന്നു. കാരണം ചില മാധ്യമങ്ങളിൽ വല്ലാതെ പരിഭ്രാന്തി ചെലുത്തുന്ന രീതിയിലുള്ള വാർത്തകൾ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് 2 ലക്ഷത്തോളം മലയാളികൾ ബഹറിലുണ്ടെങ്കിൽ പോലും ഏകദേശം 30 മുതൽ 35 ലക്ഷത്തോളം മലയാളികൾ മുഴുവനായി ഗൾഫ് രാജ്യങ്ങൾ ഉണ്ടെന്നാണ് ഔദ്യോഗികമല്ലാത്ത കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 35 ലക്ഷത്തോളം മലയാളികൾ എന്ന് പറയുമ്പോൾ അവരെ ആശ്രയിച്ച് കഴിയുന്ന ഏകദേശം 1 കോടിയോളം ആളുകൾ നാട്ടിലും ഉണ്ടായേക്കാം. അപ്പൊ ചില മാധ്യമങ്ങൾ ഇന്ന് രാവിലെ ഒരു ന്യൂസിൽ കണ്ടതാണ്, ബുർജ് ഖലീഫയോളം ദുബായിൽ എങ്ങനെയാണോ ബുർജ് ഖലീഫ, അതേപോലെ ബഹറിലെ ഖലീഫ ടവർ ആണ് ഇറാൻ ടവർ. എത്രയോ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തയാണ്. അപ്പൊ അങ്ങനെയുള്ള പരിഭ്രാന്തി കൊടുക്കുന്ന വാർത്ത ന്യൂസ് 18 ഭാഗത്തുനിന്ന് പോകുന്നില്ല എന്നുള്ളത് വളരെ അഭിനന്ദനം നൽകേണ്ട കാര്യം തന്നെയാണ്. അപ്പൊ തെറ്റായ വാർത്ത ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പരിഭ്രാന്തികൾ കുറയ്ക്കുക. കാരണം ഇവിടെയും ആളുകൾ തീർച്ചയായിട്ടും ബഹ്റിൻ പോലുള്ള രാജ്യം എന്ന് പറയുമ്പോൾ വളരെ സമാധാനമായിട്ട് അവനവന്റെ ജോലി കഴിഞ്ഞ് സന്തോഷിക്കാൻ ഇടമുള്ള, വളരെ സോഷ്യലായിട്ട് വളരെയധികം ആഘോഷങ്ങളും പ്രോഗ്രാമുകളും നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇഫ്താറിന്റെ ഒരു സമയം കൂടെയാണ്, നോമ്പ് കാലമാണ്. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇഫ്താർ നടന്നുകൊണ്ടിരുന്ന മലയാളി സമൂഹത്തിനിടയിൽ ഒരു ദിവസം തന്നെ 4-5 ഇഫ്താറുകൾ. ഇപ്പൊ ഞാൻ പ്രതികരിക്കുന്ന വോയിസ് ഓഫ് ആലപ്പുഴയുടെ ഇഫ്താർ ആയിരുന്നു ഇന്നലെ വൈകിട്ട്. അപ്പൊ ഞങ്ങൾ ഇന്നലെ ഏകദേശം 1000-ഓളം ആളുകൾക്കുള്ള ഫുഡ് തയ്യാറാക്കി ബിരിയാണി ചെമ്പിലേക്ക് കയറ്റുന്ന സമയത്താണ് ഇങ്ങനെ ഒരു വാർത്ത വരിക. ഞങ്ങൾ പരിപാടി തന്നെ ക്യാൻസൽ ചെയ്തു. ഞാൻ പറഞ്ഞൊന്ന് അത്രത്തോളം സന്തോഷകരമായി പൊയ്ക്കൊണ്ടിരുന്ന ഒരു രാജ്യമാണ് ബഹ്റിൻ. അപ്പൊ അവിടത്തേക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പരിഭ്രാന്തരാണെന്നുള്ള കാര്യം സംശയമില്ല. പക്ഷെ അണ്ടർ കൺട്രോളാണ്. നമ്മൾ പല മാധ്യമങ്ങളിലും കാണുന്ന പോലെയുള്ള വലിയ ഭീകരത ഇവിടെ ഇല്ല. തീർച്ചയായിട്ടും ആദ്യമായിട്ട് നമ്മൾ നേരിടുന്ന ഒരു വിഷയത്തെ നേരിടുന്നത് കൊണ്ട് തന്നെ ഒരു പരിഭ്രാന്തി ഉണ്ടെന്നല്ലാതെ വലിയ രീതിയിലുള്ള ഭീകരത ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നില്ല. നമുക്ക് പുറത്തേക്ക് പോകരുത് എന്നുള്ള അലേർട്ട് മെസ്സേജുകൾ വരുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്ന് ജോലിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഓരോ മണിക്കൂറിലും അരമണിക്കൂറിൽ ഇടവിട്ട് നമുക്ക് അലേർട്ട് മെസ്സേജുകൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും നിലവിലെ അവസ്ഥയെ പ്രതിനിധീകരിച്ച് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ അത്ര വലിയൊരു ഡേഞ്ചറസ് കണ്ടീഷനിലൊന്നുമല്ല. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു വാർത്ത വന്നതുകൊണ്ട് ഇന്നലെ ഡ്രോൺ ആക്രമണം നടന്നിട്ടുണ്ട്. നമ്മൾ താമസിക്കേണ്ട ഒരു 500 മീറ്റർ അടുത്തായിരുന്നു ഇറാ ബിൽഡിംഗ് എന്ന് പറഞ്ഞ ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തായിട്ട് താമസിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നിലവിലുള്ളത്, ഇതുവരെയുള്ളത്. അതാണ് ഇപ്പോഴത്തെ നിലവിലെ ബഹ്റിലെ കണ്ടീഷൻ. ഈ വീണ്ടും ഡ്രോണുകൾ വരുന്നു, മിസൈലുകൾ, അതുപോലെ അത്തരം സംവിധാനങ്ങൾ ആകാശത്തൂടെ കാണുന്നു എന്നൊക്കെ ചില വീഡിയോകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. നമ്മളെ അവിടെ നിന്നുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വിളിച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതൊക്കെ സത്യമാണോ? അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? ഡ്രോണുകൾ, തീർച്ചയായിട്ടും ഡ്രോണുകൾ വരുന്നത്. അപ്പൊ നമ്മൾ TV കാണിക്കുന്ന പോലെ തന്നെ അത് മുകളിൽ വെച്ച് തന്നെ അതിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് മുമ്പോട്ട് പൊക്കോണ്ടിരുന്നത്. അപ്പൊ ഒരു 10 ഡ്രോണൊക്കെ വരുമ്പോൾ 1-2 ഒക്കെ ആയിരിക്കും ഒരു പക്ഷെ താഴെ പതിക്കുന്നത്. അതും സിവിലിയൻസ് താമസിക്കുന്ന മേഖലയിലോട്ട് ആദ്യമായിട്ട് പതിക്കുന്ന ഇന്നലെ വൈകുന്നേരം 8 മണിക്ക് ഇറാ ബിൽഡിംഗിൽ സംഭവിച്ചാണ് ആദ്യത്തെ. പിന്നെ 1-2 ഹോട്ടൽസിൽ ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ആളപായമോ ക്രിട്ടിക്കൽ ഇൽനസോ അങ്ങനെയുള്ള ഒന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തൽക്കാലം നേരത്തെ ധനേഷ് പറഞ്ഞതുപോലെ പേടിക്കേണ്ട സാഹചര്യമില്ല, വലിയ അലേർട്ടിലാണ്. പക്ഷേ നേരത്തെ ഈ പറഞ്ഞൊരു പ്രശ്നമുണ്ട്. അതായത് നിങ്ങളൊക്കെ ആദ്യമായിരിക്കും ഇപ്പോൾ ഇസ്രായേലിൽ ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്ന എൻ്റെ സുഹൃത്ത് സ്റ്റീഫനോട് സംസാരിച്ചാൽ സ്റ്റീഫൻ ഇത് പുതിയ കാര്യമല്ല. സ്റ്റീഫൻ എപ്പോഴും വർഷങ്ങളായി ബങ്കറുകളിലുമൊക്കെ ജീവിക്കുന്ന ആളുകളാണ് പലപ്പോഴും. പക്ഷേ നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്കാണ് ഒരു പരിഭ്രാന്തി, പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ടാകുമല്ലോ. ഇത്തരം കാര്യങ്ങളൊക്കെ വന്ന് വീഴുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്തായിരിക്കുമെന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അതിനെന്താണ് ഇവിടുത്തെ സർക്കാർ നൽകുന്ന പ്രതിവിധി? സർക്കാരിന് ഇപ്പോൾ അറിയില്ല. സർക്കാരും ഈ പറയുന്ന പോലെ ആദ്യമായിട്ട് നേരിടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സർക്കാരും നമുക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. അതായത് ഷെൽട്ടറുകൾ ഇന്നലെ ഈ ഒരു ആദ്യത്തെ ഡ്രോൺ പതിച്ചപ്പോൾ തന്നെ 1 മണിക്കൂറിനുള്ളിൽ ഷെൽട്ടർ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യ സാഹചര്യങ്ങളിൽ ഒരു ഡേഞ്ചറസ് കണ്ടീഷൻ വരുവാണെങ്കിൽ ഷെൽട്ടറിലേക്ക് മാറുവാനുള്ള മെസ്സേജുകളും നമുക്ക് വരുന്നുണ്ട്. പിന്നെ എല്ലാവരും അലർട്ടായിട്ടിരിക്കുക എന്നുള്ളതാണ്. പരിഭ്രാന്തി വരുത്തുന്ന രീതിയിലുള്ള വാർത്തകളും വീഡിയോസും പ്രചരിപ്പിക്കരുത് എന്നുള്ള നിർദ്ദേശമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് മുമ്പോട്ട് പോകുന്നത്. ശരി ധനേഷ്, തുടരുക. സ്റ്റീഫൻ, ഇന്നിപ്പോൾ ടെല്ലവീവിലടക്കം വലിയ ആക്രമണ സംഭവങ്ങൾ ഉണ്ടായി എന്നാണ് കേൾക്കുന്നത്. ഒരാൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. കുറച്ചുകൂടി ഇറാന്റെ ആക്രമണം കടുക്കുന്നുണ്ടോ ആ മേഖലയിൽ? എന്ന് തന്നെ വേണമെന്ന് പറയാൻ രഞ്ജിത്തെ. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. സംഭവിച്ചത് ബ്ലാസ്റ്റ് ആയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ടെലവിലുള്ളൊരു മറ്റേ അപ്പാർട്ട്മെന്റ് ആണ്. അപ്പം അത് വളരെ വളരെ പഴകുന്ന അപ്പാർട്ട്മെന്റ് ആണ്. ആ അപ്പാർട്ട്മെന്റ് കൊളാപ്സ് ആയിട്ടാണ് അവിടെ ഒരു
ഇസ്രായേലി അല്ല മരിച്ചിരിക്കുന്നത്, ഒരു വിദേശ വനിതയാണ് മരിച്ചിരിക്കുന്നത്. ഒരു മറ്റേ കെയർ ഗീവറായിട്ട് വന്നതാണ്. അവരാണ് മരിച്ചിരിക്കുന്നത്. അതിൽ ഒരാൾ മരിച്ചിരിക്കുന്നു, ബാക്കി ഒരു 10-27 പേർക്ക് ചെറിയ പരിക്കുകൾ, അല്ലാതെ വേറെ വലിയ കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടായിട്ടില്ല. അതും അവര് എന്തോ ശ്വാസം മുട്ടി മരിച്ചെന്നാണ് പ്രാഥമികമായ റിപ്പോർട്ട്, ആ ബിൽഡിംഗ് കൊളാപ്സ് ആയിട്ട്. അല്ലാതെ വലിയ കാഷ്വാലിറ്റീസ് ഒന്നും നിലവിലുണ്ടായിട്ടില്ല. പിന്നെ ഇന്നിപ്പം കുറച്ചു മുമ്പ് വരെ അവിടുന്ന് മിസൈൽ ആക്രമണം ഉണ്ട്, പക്ഷെ ഒന്നും താഴേക്ക് പതിക്കുകയോ അല്ലെങ്കിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല. എല്ലാം അയൺ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ IDFന്റെ ആസ്ഥാനം ആക്രമിച്ചു, ഡിഫൻസ് ഫോഴ്സിന്റെ ആസ്ഥാനം ആക്രമിച്ചു എന്ന് അവകാശവാദവുമായി ഇറാൻ രംഗത്ത് വന്ന പശ്ചാത്തലം കൂടി ഉണ്ടല്ലോ സ്റ്റീഫൻ. അത് തെറ്റായ ഒരു വാർത്തയാണ്. അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നായിട്ട് നമ്മളുടെ അറിവിലും ആരുടെ അറിവിലും ഇല്ല. അതൊരു പക്ഷേ അങ്ങനെ സംഭവിച്ചാലും അത് പുറത്തുവിടാത്തതാണോ ആയിരിക്കുമോ? അങ്ങനെ ഒരിക്കലും ഇല്ല. ഇസ്രായേലിന്റെ സംവിധാനം അനുസരിച്ചിട്ട് അവരുടെ ബേസ് ക്യാമ്പൊന്നും അങ്ങനെ ഇറാന്റെ മിസൈൽ, അങ്ങനെയാണെങ്കിൽ ഇന്നലെ രാത്രിയും ഇന്നുമായിട്ട് വന്നിരിക്കുന്ന മിസൈൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം അവരുടെ ബാലിസ്റ്റിക് മിസൈൽസ് ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അതെല്ലാം അവരെ ആകാശത്ത് വെച്ച് തന്നെ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ അലേർട്ടുകളൊക്കെ വരുന്നുണ്ടോ സ്റ്റീഫൻ? ഇപ്പം കുറച്ച് സംവിധാനം, അതായത് IDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്ന അലേർട്ട് സംവിധാനം കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. കുറച്ചുകൂടെ ആക്യുറസിയും കുറച്ചുകൂടെ ടൈമിങ്ങും നമുക്കുണ്ട്. അതൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഈ അടുത്ത സമയത്ത്. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് അപ്ഡേഷൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ആരും അത്ര ഇവിടെ രഞ്ജിത്തിന് അറിയാലോ, ഇവിടുത്തെ സിറ്റുവേഷൻ അറിയാലോ. ഇവിടെ എല്ലാവരും അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന ആൾക്കാരാണ്. അവർക്കിതൊരു വലിയൊരു സംഭവമേ അല്ല. ഇന്നലെയൊക്കെ അവിടെ അവധി ദിവസമായിരുന്നു, ഇന്നിപ്പോ വർക്കിംഗ് ഡേ ആണോ? ഇന്നിപ്പം ഭാഗികമായിട്ടാണ്, സ്കൂൾസ് ഒന്നും ഇല്ല. പിന്നെ എയർപോർട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എയർപോർട്ടിൽ ജോലിയുള്ളവർ, നമ്മൾ ഒരുപാട് മലയാളി സുഹൃത്തുക്കളൊക്കെ എയർപോർട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് ആർക്കും ജോലിയില്ല. എയർപോർട്ടിന് തുറക്കുന്നതിന് വരെ അവർക്ക് ജോലിയില്ല. അങ്ങനെ ചില മേഖലകളെല്ലാം ജോലിയില്ല, ബാക്കിയെല്ലാം സാധാരണ പോലെ തന്നെയാണ്. എല്ലാം സാധാരണ പോലെ പോകുന്നുണ്ട്. സാധാരണ തന്നെ പോകുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും നിലവിൽ ഇതുവരെ ഇല്ല. അലേർട്ട് വരുമ്പോൾ മാത്രം നിങ്ങൾ ബങ്കറുകളിലേക്ക് മാറും പതിവ് പോലെ തന്നെ. അതിനുശേഷം നിങ്ങളുടെ ജോലികളിലേക്ക് കടക്കും. കെയർ ഗവേഴ്സ് ഒക്കെ ആണല്ലോ കൂടുതലുള്ളത്, അവർക്കൊക്കെ അവരുടെ ജോലികൾ സുഗമമായി നടത്താനുള്ള സാഹചര്യമുണ്ട്. അതെ, ഈ രഞ്ജിത്ത് ഈ പറഞ്ഞില്ലേ, ബങ്കർ റൂമിനെ കുറിച്ച് തന്നെ നമ്മളുടെ ഈ ജനങ്ങൾക്ക് ഒരു തെറ്റായ ധാരണയുണ്ട്. അവരുടെ ധാരണ എന്ന് പറഞ്ഞാല് ആൾക്കാർ അതിനകത്ത് ഫുൾ ടൈം ആണ് എന്നുള്ളതാണ്. ഞാൻ വേണമെങ്കിൽ ഇപ്പം ഞാനിപ്പം ജോലി ചെയ്യുന്ന പുതിയൊരു രഞ്ജിത്തിനറിയാം, രഞ്ജിത്ത് ഞാനിപ്പോ പുതിയ സ്ഥലത്താണ്. അപ്പൊ ഞാനിവിടെ വന്നപ്പോഴത്തേന് ഈ ബിൽഡിങ്ങിലുള്ള ഒരു ബങ്കർ റൂമാണ് എന്റെ ബെഡ്റൂം. ആൾക്കാർ തെറ്റായ ചില ധാരണകളുണ്ട്. ഞാൻ വേണമെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് റിവീൽ ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ഈ റൂം എന്റെ ഈ ബിൽഡിങ്ങിലെ ബങ്കർ റൂമാണ്, അതാണ് എന്റെ ബെഡ്റൂം. അപ്പം ആൾക്കാരുടെ ഒരു ധാരണയുണ്ട് ഇവിടെ യുദ്ധം വരുമ്പോഴത്തേന് എല്ലാരും ബങ്കറിനകത്ത് പോയി ഒളിച്ചിരിക്കുക. ഒന്ന് ആ മൊബൈൽ ഒന്ന് സൂം ചെയ്ത് ഒന്ന് ആ ബങ്കർ ഒന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.